റമദാൻ ഓർമ്മയുണ്ടോ? കടുന്ന വിശുദ്ധമായ റമദാൻ ഓർമ്മയുണ്ടോ? എന്റെ സദസ്സുകളിൽ ഒന്നടങ്കം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു, പൊന്നുമക്കളെ, വരുന്ന റമദാൻ ഒരു പരീക്ഷണ റമദാനാ. കഴിഞ്ഞ റമദാനിന് മുമ്പ് ഞാൻ പറഞ്ഞു, വരുന്ന റമദാൻ ഒരു പരീക്ഷണ റമദാനാ. എന്താ പരീക്ഷണ റമദാൻ എന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? ആ വിശുദ്ധമായ റമദാൻ മാസത്തിലാ കഴിഞ്ഞ ഫുട്ബോളിന്റെ വേൾഡ് കപ്പ് നടന്നത്, ബ്രസീലിൽ പന്തുരുണ്ടത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, പടച്ചവന് വേണ്ടി 20 റക്അത്ത് നിസ്കരിക്കാൻ തറാവീഹ് നിസ്കരിച്ചുകൊണ്ട് റബ്ബിനോട് അല്ലാഹുമ്മ ഇഅ്തിഖ്നാ മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണേ അല്ലാ. കത്തിക്കാടുന്ന ഭീകരമായ ഭയാനകരമായ ഭീഭത്സമായ നരകമുണ്ടല്ലോ, ആർക്കും തടുത്തു നിർത്താൻ പറ്റാത്ത, ഒരു ടെക്നോളജിക്കും കവച്ചു വെക്കാൻ പറ്റാത്ത ആ കത്തിക്കാടുന്ന ഭീകരമായ നരകം. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്ന മെറ്റീരിയൽസ് എന്താണെന്ന് അറിയുമോ? പച്ച മനുഷ്യരെയും പാറക്കല്ലുകളെയുമാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ചെയ്തുപോയ പാപങ്ങളെ സംബന്ധിച്ച് പടച്ചവനോടൊന്ന് പശ്ചാത്തപിച്ചുകൊണ്ടൊരു പരിഹാര മാർഗം അന്വേഷിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നും പരിശുദ്ധരല്ല. നമ്മൾ പരിശുദ്ധമായ ജീവിതത്തിന്റെ സമ്പൂർണമായ വിധാനത്തിലേക്ക് കടന്നു പോകുന്നവരല്ല. നമ്മുടെ ജീവിതത്തിൽ പല പാഴ്ചകളും ഉണ്ടായിട്ടുള്ളവരാ, പാപങ്ങളുമായി ബന്ധപ്പെട്ടു പോയവരാ. പക്ഷേ പരിഹരിക്കാതെ പടച്ചവന്റെ ദർബാറിലെ അള്ളാഹുവിന്റെ പരലോകത്തിലേക്ക് കടന്നുപോയാൽ, അള്ളാഹനെ പേടിച്ച് കടന്നു ജീവിച്ചവര്, അള്ളാഹനെ ഭയപ്പെട്ട് ജീവിച്ചവര്, ഒരു ഖിലാഫിൽ അവനെ പോലും പേടിച്ചവര്, ഒരു കറാകത്ത് പോലും മാറ്റി നിർത്തിയവര്, ഹറാമെന്ന് കേൾക്കുമ്പോ ബോധം കെട്ടുതാട വീണവര്, അങ്ങനെയുള്ള സത്യവിശ്വാസികളായ മുൻഗാമികളും ഭാരതന്മാരും ഇമാമിയങ്ങളും അവിടെ ഒരുമിച്ചുകൂടി അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിമളമോറുന്ന പരിസരത്ത് പടച്ച തമ്പുരാന്റെ അനുഗ്രഹം കിട്ടിയവര്, സഹാബികളുടെ പരിസരത്ത്, മഹാന്മാരുടെ പരിസരത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ആ രംഗം ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണേണ്ടേ പൊന്നുമോന്, ലോകത്തിൽ രക്ഷപ്പെടേണ്ടേ പൊന്നുമോന്. കത്തിക്കാടുന്ന ഭയാനകരമായ നരകത്തിലേക്ക് മലക്കുകൾ വലിച്ചെറിഞ്ഞു കിടന്നാൽ അവിടെ പിടിച്ചു നിൽക്കാൻ കരുത്തുണ്ടോ പ്രിയപ്പെട്ട പൊന്നുമോളെ? പരിശുദ്ധമായ റമദാൻ മാസം വന്നു കഴിഞ്ഞിട്ടും സീരിയലിന് മുടക്കമില്ലാതെ കാണാൻ മുന്നോട്ട് വരുന്ന പെങ്ങളെ, എങ്ങനെയാ പൊന്നുമോളെ നിന്റെ വീട്ടിലിരുന്ന് ദിക്റ് ചെല്ലുമ്പോൾ, നിന്റെ വീട്ടിലിരുന്ന് ഖുർആൻ ഓതുമ്പോൾ, ഒരു പക്ഷേ നിന്റെ ഒഴിവ് സമയം സീരിയലിലും റിയാലിറ്റി ഷോയും മറ്റുള്ള തോന്നിവാസങ്ങളും കണ്ടതിന് ശേഷം നീ ഒന്ന് ഖുർആൻ ഓതാൻ നിന്റെ നിസ്കാരപ്പായിലേക്ക് കടന്നുപോയാൽ, അള്ളാഹുവിന്റെ മലക്കുകളിൽ അയനത്ത് ചെയ്തു പോയ വീട്ടിൽ എങ്ങനെയാ പൊന്നുമോളെ നീ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നത്? അവിടെ എങ്ങനെയാ സമാധാനമുണ്ടാകുന്നത്? അവിടെ വളർന്നു വരുന്ന മക്കൾ എങ്ങനാ അതവുള്ളവരാകുന്നത്? അവിടെ നിന്നും പുറത്ത് പണിക്ക് പോകുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ആ ഭർത്താവിനെങ്ങനെയാ പൊന്നുമോളെ സന്തോഷകരമായൊരു ജീവിതം പ്രവാസിയായി കഴിയുന്ന, ഗൾഫിൽ കഴിയുന്ന ആ സഹോദരന് കിട്ടുന്നത്? എങ്ങനെയാ പ്രിയപ്പെട്ട പെങ്ങളെ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ മെമ്പട് ചേർത്തുകൊണ്ട് ഹറാമിയത്തിൽ നിന്നും ഹറാമിയത്തിലേക്ക് കടന്നു പോകുന്ന മോളെ? ഞാൻ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല, അവഹേളനത്തിലേക്ക് വലിച്ചെടുക്കാൻ പറഞ്ഞതല്ല പൊന്നുമോളെ. ചിന്തിക്കാൻ പറഞ്ഞതാ. എങ്ങനെയാ പൊന്നു പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചൊരു വരവ് വരാതെ അവസാനം ഒരു വിടവ് വാങ്ങിക്കൊണ്ട് വിട പറന്നു പോയാ ഖബറിൽ കിടക്കുന്ന പ്രിയപ്പെട്ട നിന്റെ ഉമ്മ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിന്റെ പ്രിയപ്പെട്ട ഖബറിൽ മണ്ണറയിൽ കഴിയുന്നവര് എങ്ങനെയാ നിന്റെ വീട്ടിലുള്ള പ്രവർത്തനം കണ്ടുകൊണ്ട് സന്തോഷിക്കുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നതാ പരിശുദ്ധമായ റമദാൻ മാസം. ഈ റമദാൻ മാസത്തിൽ നരകമോചനം കിട്ടാതെ പോയാൽ, പാപമോചനം കിട്ടാതെ പോയാൽ, പടച്ചവന്റെ മുമ്പിൽ ഒരിട്ട് കണ്ണുനീരെങ്കിലും കിട്ടാതെ പോയാൽ നഷ്ടം നമുക്കാ സഹോദരങ്ങളെ. ആർക്കും മറ്റാർക്കും നഷ്ടമല്ല, ഓരോ ആളുകൾക്കും എനിക്കും നിങ്ങൾക്കുമാ നഷ്ടം. അതുകൊണ്ട് മറന്നു പോകണ്ട. പടച്ച തമ്പുരാൻ ഹബീബായ പ്രവാചകൻ പഠിപ്പിക്കുന്നതെന്താ? അവ്വലുഹു റഹ്മാ,
ഇതിന്റെ ഒന്നാമത്തെ 10 റഹ്മത്ത് കിട്ടിയ എത്ര ആളുകളാ എന്റെ മുമ്പിലുള്ളത്? ഒന്ന് വിലയിരുത്ത് പൊന്നുമോനെ. ഒരാഴ്ച കട്ടിച്ച് കഴിയുമ്പോ പെരുന്നാളായില്ലയോ, റമദാൻ കടന്നു പോയില്ലയോ? ഞാനൊന്ന് ചോദിക്കട്ടെ, വേദനയുള്ള കൽബുകൾ എത്രയാ, പിടക്കുന്ന ഹൃദയങ്ങൾ എത്രയോ, ഈമാനുള്ള ഹൃദയങ്ങൾ എത്രയാ? പടച്ചവരെ, റമദാനിങ് വന്നു. റമദാനിന്റെ അവസാനത്തെ 10 23-ാം രാവിലാ ഞാനുള്ളത്. അല്ലാഹുവേ, വേണ്ടതുപോലെ പരിപാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പടക്കുന്ന ഹൃദയമുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിലുണ്ടോ? ഒരു ഉപ്പ എന്റെ മുമ്പിലുണ്ടോ? ഒരു പെങ്ങളെന്റെ മുമ്പിലുണ്ടോ? ഒരു ഉമ്മ എന്റെ മുമ്പിലുണ്ടോ? ഹൃദയം പടച്ചു പോകുന്ന, തീരെ അവർ ആത്മീയമായി വിശുദ്ധമായ റമദാനിനെ അലങ്കരിക്കാത്തത് കൊണ്ടല്ല, എത്ര ചെയ്തിട്ടും മതിവരാത്ത ആത്മാർത്ഥമായ റമദാനിനോടുള്ള അതവ് കൊണ്ടാ. ഒന്നാലോചിക്കണേ, ഈമാനുള്ള കൽബിന്റെ പ്രതികരണമാണ് നാം പറഞ്ഞത്. അല്ലാതൊരു മുനാഫിക്കാണോ? കാപട്യം അവന്റെ ഹൃദയത്തിലുണ്ടോ? അവൻ ചിന്തിക്കുന്നത് എന്താ? ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ എനിക്ക് പരസ്യമായി സിഗരറ്റ് വലിക്കാം, എനിക്ക് ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ റാഹത്തായിട്ട് എനിക്ക് മുറുക്കി നടക്കാം, എനിക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ പീടിക തിണ്ണയിൽ ഇരുന്നു കൊണ്ട് ചായ കുടിക്കാം, എനിക്ക് പരസ്യമായി ഭക്ഷണം കഴിക്കാം. ഇങ്ങനെ ചിന്തിക്കുന്ന മുഅ്മിനാണോ? അവന് നിഫാഖുണ്ട്. ചെറുപ്പക്കാരാ, ചിന്തിച്ചോ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരു മുസ്ലിമേയും ഒരു മുഅ്മിനെയും ഒരു മുഅ്മിനാത്തിനെയും അല്ലാഹ്, ഒരാണിനെയും പെണ്ണിനെയും ഒരു സഹോദരനെയോ നീ പരാജയപ്പെടുത്തല്ല റബ്ബേ. ആ പുണ്യമായ രാവ് കരസ്ഥമാക്കിയവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാ, രണ്ട് കണ്ണുകളെ കുറിച്ച് പറയുകയാ. ഒന്ന് മനസ്സു തുറന്ന് കേട്ടോ സഹോദരങ്ങളെ. ആവശ്യമില്ലാത്തതിന് കണ്ണുനീർ പൊടിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട കാമുകി നിന്നിൽ നിന്ന് പിടുത്തം വിട്ടുപോയപ്പോ നീ ഒരുപാട് കാലമെടുത്ത് പ്രയാസപ്പെട്ട് വളച്ചെടുത്ത നിന്റെ കാമുകി ഒരു ദിവസം മറ്റേതോ തൊലിവെളുപ്പും മസിൽപ്പവറും കണ്ടുകൊണ്ട് മറ്റൊരു ചെറുപ്പക്കാരിലേക്ക് വളഞ്ഞു തിരിഞ്ഞു പോയപ്പോ നീ കഴിച്ച ഭക്ഷണത്തിന് രുചിയുണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം നിനക്കുറങ്ങാൻ പറ്റുന്നില്ല പൊന്നുമോനെ, നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പൊന്നുമോനെ. നീ ശോകമൂകമായിരിക്കുമ്പോ, ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കുമ്പോ, അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോ കണ്ണടച്ചിട്ടുറക്കം വരുന്നില്ല എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, കണ്ണുനീർ തുള്ളികൾ രണ്ട് സൈഡിലൂടെ വലിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ മുമ്പിലുള്ള മുതലാളിമാരോട് ഞാൻ ചോദിക്കയാ, ഒരു മാസം കണക്കെടുക്കുമ്പോ, ഒരു മാസം കണക്കെടുത്തപ്പോ നട്ടമാ, അറിയാതെ കരന്നുപോയി, അറിയാതെ കരന്നുപോയി. വല്ലാത്ത നട്ടമാണല്ലോ, വല്ലാത്ത നട്ടമാണല്ലോ, വല്ലാത്ത നട്ടമാണല്ലോ. എന്റെ ബിസിനസ് തുടങ്ങിയത് മുതൽ ഇന്ന് വരെയും ഇത്ര വലിയ നട്ടം സഹിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. തന്റെ ഭൗതികമായ സാമ്പത്തിക നഷ്ടത്തിന്റെ പേരിൽ കണ്ണീർ പൊലിക്കുന്ന സഹോദര, പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകുമ്പോ, പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകുമ്പോ അവരടുത്തു നിന്നുകൊണ്ട് കണ്ണീർ പൊഴിക്കുന്ന കൂട്ടുകാരാ, ഞാനൊന്ന് ചോദിക്കട്ടെ പൊന്നുമോനെ, ഞാനൊന്ന് ചോദിക്കട്ടെ പൊന്നുമോനെ, നിന്റെ സ്വന്തം ശരീരം രക്ഷപ്പെടുത്താ, ചെയ്തുപോയ പാപങ്ങളെ പരിഹരിക്കാ, അല്ലാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കാൻ, നരകമോചനം കരസ്ഥമാക്കാൻ, പടച്ചവനെ എന്റെ ഖബർ എങ്ങനെയാ, എന്റെ ഖബർ എങ്ങനെയാ, എന്റെ അടുക്കൽ അസ്രായേൽ കടന്നു വരുന്നത് എങ്ങനെയാ, എന്ത് കോലമാനാ കാണാനുള്ളത്. ഇത് പരലോകത്തിലേക്ക് ചെറിയ ഒരു ഇടമാണല്ലോ, പരീക്ഷണ സമയമാണല്ലോ. ഇവിടെ എന്റെ സമയങ്ങൾ പടച്ചവൻ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എന്റെ ജീവിതം മുഴുവനും നഷ്ടത്തിന്റെ കണക്കാണെന്ന് ഓർത്തുകൊണ്ട് ഒരിച്ച് കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്നും വന്നിട്ടുണ്ടോ? അള്ളാന്റെ പരലോകത്തെ കുറിച്ചൊന്ന് ഓർത്തൊന്ന് പൊട്ടിക്കരയാൻ, ഏകനായിരുന്നു കൊണ്ട് കരയാൻ, മറ്റുള്ള ആളുകളെ കാണിക്കാനല്ല, കണ്ണുനീര് വരുത്തുന്ന ആളാണെന്ന് കാണിക്കാനല്ല, ആരോരും നോക്കാത്ത സമയത്ത് പാതിരാവിന്റെ കൂരിരുളില് അല്ലാഹു എന്ന് വിളിച്ചുകൊണ്ടൊന്ന് കൈപൊക്കിക്കൊണ്ട് കരയാൻ. മുസ്ലിമേ, നിനക്കൊരു വേള സമയം കിട്ടിയില്ലെങ്കിൽ എന്തിനാ പൊന്നുമോനെ, എന്തിനാടാ ഹബീബിന്റെ ഉമ്മത്താണെന്നും മറന്നു നടക്കുന്നത്? എന്തിനാണ് ഈ റമദാൻ നമുക്ക്